നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന മാർഗദീപം സ്കോളർഷിപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അന്ന് നമ്മൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞത് മാർച്ച് 9 ആയിരുന്നു. പക്ഷെ അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 12/3/2025 വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന വേറെ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഉറുദു ഭാഷ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏർപ്പെടുത്തിയൊരു സ്കോളർഷിപ്പാണിത്. അതായത് ശ്രീ ഇബ്രാഹിം സുലൈമാൻ സേഠ് സ്കോളർഷിപ്പ് എന്നാണ് ഈ സ്കോളർഷിപ്പിന്റെ പേര്. ഇപ്പൊ 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള സ്കോളർഷിപ്പിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ 2023-24 അക്കാഡമിക് ഇയറിൽ SSLCയോ അതല്ലെങ്കിൽ +2 പാസ്സായ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഉറുദു ഭാഷയുടെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 2023-24 അധ്യയന വർഷത്തിൽ ഉറുദു 1ാം ഭാഷയായിട്ട് എടുത്ത് SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും A+ നേടിയ കുട്ടികൾക്കും +2 തലത്തിൽ ഉറുദു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത് എല്ലാ വിഷയത്തിനും A+ നേടിയ കുട്ടികൾക്കും ഉള്ളതാണ് ഈ സ്കോളർഷിപ്പ്. ഇത് ഒരു ക്യാഷ് അവാർഡാണ്. അതുകൊണ്ട് മറ്റ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 1000 രൂപയാണ് ഈ സ്കോളർഷിപ്പ് എമൗണ്ട്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് minority-welfare.kerala.gov.in എന്നാണ് അവരുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ഉറുദു സ്കോളർഷിപ്പ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മുന്നേ പഠിച്ചിരുന്ന സ്കൂളിലെ സ്ഥാപന മേധാവിക്ക് ഈ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും അതോടൊപ്പം തന്നെ മറ്റ് രേഖകളുമായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ SSLC അല്ലെങ്കിൽ +2 എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ വേറെ സ്കൂളിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങൾ എവിടെയാണ് SSLC പഠിച്ചത് ആ സ്കൂളിലെ സ്ഥാപന മേധാവിക്കാണ് ഇത് നൽകേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾ +2 എവിടെയാണോ പഠിച്ച് കഴിഞ്ഞത് അവിടുത്തെ സ്ഥാപന മേധാവിക്കാണ് നിങ്ങളിപ്പോൾ ഈ രേഖ സമർപ്പിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് കാണാം. അവിടെ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്കോളർഷിപ്പിന് വേണ്ടി ഇതിനു മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സ് കൂടാതെ തന്നെ നേരിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിന് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതോടൊപ്പം നിങ്ങളുടെ സിഗ്നേച്ചറും പിന്നെ നിങ്ങളുടെ പഠിച്ച കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ്, അതായത് SSLC +2 എന്നുള്ള സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി നിങ്ങൾ ഇതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം 100 KB താഴെയുള്ള സൈസായിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വ്യൂ ചെയ്യാം ആപ്ലിക്കേഷൻ ശരിയാണോ ഇല്ലെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിച്ചതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഈ പ്രിന്റ് ഔട്ട് ബാക്കി രേഖകളുമായിട്ടാണ് നിങ്ങളുടെ സ്ഥാപന മേധാവിക്ക് നിങ്ങൾ സമർപ്പിക്കണം. അപ്പൊ ആ രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപേക്ഷകരുടെ പ്രിന്റ് ഔട്ടിന്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ SSLC +2 ബാധകമാണെങ്കിൽ +2ന്റെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി. ഇനി നിങ്ങളുടെ സ്വന്തം പേരിലുള്ളൊരു ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് കൂടി നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങളുടെ ആ അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങളുടെ ഈ എമൗണ്ട് അവർ അയച്ചു തരിക. അപ്പോൾ ഈ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ പേരുണ്ടാവണം, അക്കൗണ്ട് നമ്പർ ഉണ്ടാവണം, അതോടെ ബ്രാഞ്ച് എവിടെയാണെന്നുള്ളത് കാണിക്കണം, ബാങ്കിന്റെ അഡ്രസ്സും അതോടൊപ്പം തന്നെ IFSC കോഡും ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലുള്ളൊരു പേജ് ആയിരിക്കണം നിങ്ങൾ ഇവിടെ സമർപ്പിക്കേണ്ടത്. അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കും. അതിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. വാലിഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ് നിങ്ങൾ നൽകേണ്ടതെന്ന്. നിങ്ങളിത് സ്ഥാപന മേധാവിക്ക് സമർപ്പിച്ചതിന് ശേഷം സ്ഥാപന മേധാവിയാണ് ഈ നിങ്ങൾ നൽകുന്ന ഈ ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷന് അപ്രൂവൽ നൽകേണ്ടത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 17/3/2025 ആണ്. നിങ്ങൾ 14-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം. 15-ാം തീയതി വരെയുണ്ട് നിങ്ങൾക്കിത് സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കാനായിട്ടുള്ള സമയം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഉറുദു ഭാഷയുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്.
അപ്പോൾ നിങ്ങളെല്ലാം A+ കിട്ടിയ കുട്ടികളെല്ലാം തന്നെ ഉറുദു നല്ലപോലെ പഠിച്ചവരായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണിത്, ഒരു അവാർഡാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ സ്കോളർഷിപ്പ് എമൗണ്ട് സ്വന്തമാക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.